മമ്മൂട്ടി ദി ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, ഗംഭീര നടൻ എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം അദ്ദേഹത്തെക്കുറിച്ചുണ്ടോ? ഇല്ല. മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മമ്മൂട്ടി 2020 ശേഷം മികച്ച പെർഫോമറാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം റോഷാക്കി എന്നൊരു സിനിമ ഒരാൾ പോലും ആ സിനിമ ഏറ്റെടുക്കാൻ പോലും ചാൻസ് ഇല്ല. കാരണം അതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പെർഫോമൻസ് ഒരു മോഡേൺ സ്റ്റൈലാണ്. റോഷാക്കി എനിക്കൊന്ന് വാഴ്ത്തി പാടേണ്ട ഒരു സിനിമയാണ്. പുഴുവായാലും ഭ്രമയുഗമായാലും 50 നേരത്തെ മയക്കമാണെങ്കിലും എല്ലാം മമ്മൂട്ടിയുടെ പെർഫോമറെ മമ്മൂട്ടി അങ്ങ് ടോപ്പാക്കി. പക്ഷേ മമ്മൂട്ടി എന്ന് പറഞ്ഞ സ്റ്റാറിനെ അങ്ങ് താഴോട്ടാക്കി. മമ്മൂട്ടി സാധാരണ അങ്ങനല്ല. ഒരേ സമയത്ത് രാജമാണിക്യം ചെയ്യുമ്പം ഒരേ സമയത്ത് കാഴ്ചയും ബാക്കിയുള്ള പളുങ്കും ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നൊരു നടനായിരുന്നു. എന്നാൽ മമ്മൂട്ടി ഈയിടെയായിട്ട് പെർഫോമൻസിന് കൂടുതൽ ഇത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വരും വർഷങ്ങളിൽ, അടുത്ത വർഷങ്ങളൊക്കെ ആയിട്ട് മമ്മൂട്ടിയുടെ ഒരേ സമയം അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഖാലിദ് റഹ്മാൻ്റെയും അല്ലെങ്കിൽ നിതീഷ് സഹദേവൻ്റെയൊക്കെ പ്യുവർ എൻ്റർടൈനർ വന്നാൽ മാത്രമേ, അതായത് കോമഡി മാസ് എൻ്റർടൈൻമെൻറ്റ് വന്നാൽ മാത്രമേ ജനങ്ങൾ ഇടിച്ച് കയറത്തുള്ളൂ. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗംഭീരം എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിലോട്ട് എത്തുള്ളൂ. ആവറേജ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് ആൾക്കാർ കേരളത്തിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 2026 മമ്മൂട്ടി ഒരേപോലെ നടനും പെർഫോമറും അതുപോലെ തന്നെ മികച്ച സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് തന്നെ മികച്ച മെഗാസ്റ്റാർ എന്നുള്ള വാക്കിന് അനർഥമാക്കുന്ന സിനിമകളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം.